എല്ലാവർക്കും ദേവിയാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു നോമ്പുതുറ വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ വിഭവമാണ്. വേറൊന്നുമല്ല, പാൽവാഴയ്ക്കാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇപ്പോൾ പാൽവാഴയ്ക്ക തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചവ്വരിയാണ് വേണ്ടത്. ഇത് ഞാൻ 1/4 കപ്പ് ചവ്വരി 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. നന്നായി കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു പാനിലേക്കിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചവ്വരി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇനിയും ചവ്വരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല ഇതിന്. കിസ്മിസ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവുമൊന്നും വേണ്ട. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണിത്. കുറച്ച് പഴുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും. നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചവ്വരി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫുൾ ഫാറ്റിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1.25 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചവ്വരി വേറെ സെപ്പറേറ്റ് വേവിച്ച് പാല് വേറെ സെപ്പറേറ്റ് ആയിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ചവ്വരി നന്നായിട്ട് വേവിച്ചതിലേക്ക് തന്നെ പാലും കൂടെ ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചവ്വരി ചേർത്തിരിക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ തിക്കാവും. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ. പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് തിക്കായി വരട്ടെ. കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാനായിട്ട്. എന്നിട്ട് ഒരുപാട് ലൂസായിട്ടും അല്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല. ചവ്വരി ചേർത്തതായതുകൊണ്ട് ഇരുന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുമ്പം ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്. കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരം നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. വാനില എസൻസ് ചേർക്കുമ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്തതാണ്. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും. കുറച്ച് നേന്ത്രപ്പഴമൊക്കെ കുറച്ച് പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുകയും ചെയ്യും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ വിഭവം കൂടെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനായിട്ട് മടി കാണിക്കരുത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നത്. കാരണം ഇതിനിയും കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതൊരു 1/2 മണിക്കൂറും കൂടെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു തിക്നെസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്